സാങ്കേതിക മികവിന്റെ പുതുചരിത്രമെഴുതി CCTV. കേരള വിഷന് കീഴിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളുടെ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിംഗ് സംവിധാനമൊരുക്കിയ ആദ്യ സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനം പ്രൗഢമായ സദസ്സിനെ സാക്ഷിയാക്കി കുന്നംകുളത്ത് നടന്നു. ചടങ്ങിൽ MPLS നെറ്റ്വർക്ക് പ്രഖ്യാപനവും ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം 1.5 ലക്ഷം പിന്നിട്ടതിന്റെ ആഘോഷവും തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ചൂണ്ടൽ IMA ഹാളിൽ നടന്ന ചടങ്ങിൽ MPLS പ്രഖ്യാപനം KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് നിർവഹിച്ചു. കേവലം ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണെങ്കിലും ഉപഭോക്താക്കളോടുള്ള ചുമതലകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഡിസ്ട്രിബ്യൂഷനെ ഏറ്റെടുക്കാവുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് CCTV MPLS പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് അനിൽ മംഗലത്ത് വ്യക്തമാക്കി. കുന്നംകുളത്തിന് മാത്രം അല്ലെങ്കിൽ CCTVക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു മേന്മയാണ് നേതൃത്വത്തിന്റെ കഴിവും ഓപ്പറേറ്റേഴ്സിന്റെ കൂട്ടായ്മയും കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ കേരളത്തിൽ അത് കുന്നംകുളത്തിന് മാത്രം അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ CCTVക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മേന്മ തന്നെയാണ്. കാരണം ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ കഴിവും ഇവിടെയുള്ള മുഴുവൻ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂട്ടായ്മയും കൊണ്ട് മാത്രമാണ് അത് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു കൂട്ടായ്മക്ക് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെയും അതുപോലെ KCCL KVBL കമ്പനികളുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിച്ചു. ഓപ്പറേറ്റർമാരുടെ പൊതു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ മാതൃകയാവുന്ന തരത്തിൽ CCTV എന്ന പ്രസ്ഥാനം 1/4 നൂറ്റാണ്ട് മുൻപ് രൂപീകൃതമാവുകയും തുടർന്ന് നേട്ടങ്ങൾ കൈവരിക്കാവുന്ന തരത്തിലേക്ക് ആ കൂട്ടായ്മയെ വളർത്തിയെടുക്കുകയും ചെയ്ത CCTV മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് PB സുരേഷ് പറഞ്ഞു. ഓപ്പറേറ്റർമാരുടെ പൊതു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിന് മാതൃകയാവുന്ന തരത്തിൽ CCTV എന്ന പ്രസ്ഥാനം 1/4 നൂറ്റാണ്ട് മുൻപ് രൂപീകൃതമാവുകയും തുടർന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നേട്ടങ്ങളൊക്കെ കൈവരിക്കാവുന്ന തരത്തിലേക്ക് ആ കൂട്ടായ്മയെ വളർത്തിക്കൊണ്ടുവരാനും CCTVക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ അവസാനമായി ഇവിടെ പ്രഖ്യാപിച്ച MPLS നെറ്റ്വർക്ക് സംവിധാനം. കേരളത്തിൽ ആദ്യമായി ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം വിജയകരമായി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേരള വിഷൻ എന്ന് പറയുന്ന പൊതു സംവിധാനം രൂപീകരിക്കുന്നതിനുൾപ്പെടെ അതിന് മാതൃകയാകാവുന്ന തരത്തിലേക്ക് നമ്മളുടെ ഈ കൂട്ടായ്മ ഉയർന്നു വരുമ്പോഴും ഇതിനൊക്കെ നിദാനം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റർമാരുടെ ഒരു ഐക്യം തന്നെയാണ്. 1/2 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ് നിർവഹിച്ചു. ദീർഘവീക്ഷണമാർന്ന പ്രവർത്തനങ്ങളിലൂടെ സേവന രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന CCTV ഇനിയും മികവോടെ മുന്നോട്ടു പോകുമെന്ന് ജയപ്രകാശ് പറഞ്ഞു. 2021-22 ഞങ്ങളത് MPLS പൂർത്തീകരിച്ചു, NMS നടപ്പിലാക്കി. ഇതിന്റെ എല്ലാ ഭാഗമായി നമുക്കത് കൃത്യമായിട്ടൊരു സിംഗിൾ പോയിന്റിൽ ഇരുന്നു കൊണ്ട് കസ്റ്റമറെ നമ്മൾ വാല്യൂ കൊടുക്കുന്ന കസ്റ്റമർക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അവർക്കുള്ള പ്രശ്നങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനും സമയബന്ധിതമായി തീർക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ മികച്ച പ്രകടനം CCTV തീർച്ചയായിട്ടും കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മറ്റൊരു തർക്കമൊന്നുമില്ല. CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷനായി. ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം 1/2 ലക്ഷം പിന്നിട്ടതിൽ സന്തോഷം പങ്കുവച്ച് ചടങ്ങിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. സാങ്കേതിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന CCTV ജീവനക്കാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കേരള വിഷൻ ക്വാളിറ്റി അഷുറൻസ് മേധാവി VA രാജേഷ് MPLS വിശദീകരണം നടത്തി. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ, ടേണിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ KV രാജൻ, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി CG ജോസ്,
KCCL കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ അനിൽ കെ നായർ, റെയിൽടെയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അജിത് കുമാർ, കെ-ഫോൺ BDM MS സജിത്, BSNL ഭാരത് ഫൈബർ ബിസിനസ് മാനേജർ ടോണി, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV ചെയർമാൻ KR അനന്തരാമൻ, CCTV ഡയറക്ടർ NV അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാർ, സബ് ഡിസ്ട്രിബ്യൂഷൻ പ്രതിനിധികൾ, വിവിധ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പ്രതിനിധികൾ, CCTV ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.